വിഷ്ണു, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോടതി ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു, സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതെല്ലാം ഇപ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ അതിൽ കോടതിയിൽ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാണ് കോടതിയിൽ നിന്ന് പുറത്തു വന്നത്. നിർദ്ദേശങ്ങളുണ്ട്, പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം, അതുപോലെ സുതാര്യമായിരിക്കണം കണക്കുകൾ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് കോടതി അനുമതി നൽകിയത്? വിഷ്ണു. അനുജ, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ രാഷ്ട്രീയ വിവാദം ഉടലെടുത്തു. അതിന് പിന്നാലെയാണ് അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് 3 ഹർജികൾ ഹൈക്കോടതിക്ക് മുമ്പാകെ വന്നത്. അത് ദേവസ്വം ബെഞ്ച് 2 ദിവസങ്ങളിലായി വിശദമായി വാദം കേട്ടു. ഹർജിക്കാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, അതൊന്ന് ഈ പമ്പ തീരത്ത് ഈ പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് വനം വകുപ്പ് ചട്ടങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞു. മറ്റൊന്ന്, മതേതര സർക്കാരിന് എങ്ങനെയാണ് ഹൈന്ദവ മതം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാനാകുക, അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി. മറ്റൊന്ന്, സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഈ പണം പിരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. കോടതിയും ചില നിർണായക ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ചോദിച്ചിരുന്നു. ഈ സ്പോൺസർഷിപ്പിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ സുതാര്യത എന്താണ്, എന്തിനു വേണ്ടിയാണ് ഈ അക്കൗണ്ടുകൾ എടുത്തത് എന്നൊരു ചോദ്യം ചോദിച്ചു. ഒപ്പം പമ്പാ തീരത്ത് പന്തലിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയും ഹൈക്കോടതി പ്രകടിപ്പിച്ചിരുന്നു. ഇതിനെല്ലാം കൃത്യമായ മറുപടി സംസ്ഥാന സർക്കാരിന്റെയും അതോടൊപ്പം ദേവസ്വം ബോർഡിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട മുന്നോട്ട് വെക്കുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുക, അതിന് ലോക പ്രശസ്തി നേടിക്കൊടുക്കുക എന്നൊരു ലക്ഷ്യം. മറ്റൊന്ന്, ശബരിമല മാസ്റ്റർ പ്ലാൻ നമുക്ക് മുൻപിലുണ്ട്. അത് ഏകദേശം 1400 കോടിയോളം രൂപ വരുന്ന മാസ്റ്റർ പ്ലാനാണ്. അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ആഗോള അയ്യപ്പ സംഗമം ഏറെ ഗുണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. മറ്റൊന്ന്, മതസൗഹാർദ്ദം, ആഗോള മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിന് വേദിയായി ഈ ആഗോള അയ്യപ്പ സംഗമം മാറുമെന്നും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു. ഈ വാദപ്രതിവാദങ്ങൾക്കിടയിലാണ് ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് തടസ്സമില്ല എന്ന ഒരു പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. അത് കർശന നിർദ്ദേശങ്ങൾ ഉപാധികളോടുകൂടി നടത്താമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പമ്പയുടെ പരിശുദ്ധി കാത്തുസൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ഈ നടപടി അയ്യപ്പ സംഗമം നടത്തുക. പ്രത്യേകിച്ച് അവിടെ പന്തലടക്കം ഇടുന്നതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണം, ഹരിത പ്രോട്ടോകോൾ അടക്കം പാലിക്കണമെന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. ഒപ്പം ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ അത് സുതാര്യമായിരിക്കണം. ഇതിനൊരു പ്രത്യേക അക്കൗണ്ട് തന്നെ രൂപീകരിച്ചുകൊണ്ടാണ് ഇതിന്റെ സ്പോൺസർമാരെ സംഘടിപ്പിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. അതിലൊരു ക്രമക്കേടും ഉണ്ടാകരുത്, അത് പബ്ലിക്കിന് സുതാര്യമായ രീതിയിൽ ഉണ്ടാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ഒപ്പം അവിടെ വരുന്ന ഭക്തർക്ക്, അതായത് ഈ ആഗോള സംഗമത്തിൽ പങ്കെടുക്കാൻ ഏകദേശം 3000-ഓളം വരുന്ന ഡെലിഗേറ്റ്സുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട്. അവർക്ക് പ്രിവിലേജുകൾ നൽകുന്ന സാഹചര്യം ഉണ്ടാകരുത്. എല്ലാവരെയും തുല്യമായി പരിഗണിക്കണം. അവിടെ എത്തുന്ന ഈ 19-20 തീയതികളിൽ അവിടെ എത്തുന്ന സാധാരണക്കാരായ ഭക്തർക്ക്, അവർക്ക് സന്നിധാനത്തേക്ക് പോകുന്നതിനും ഈ ശബരിമല അയ്യപ്പനെ കണ്ട് തൊഴുന്നതിനും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന ഹൈക്കോടതി നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കും എന്നാണ് നിലവിൽ ദേവസ്വം ബോർഡ് കോടതിയെ ഇന്നലെ അറിയിച്ചത്. ഇന്നിപ്പോൾ പരസ്യമായി തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധത്തിലായിരുന്നു. നേരത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് ഇടത് സർക്കാർ എടുക്കുന്നു. അതിന് വിഭിന്നമായി ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി എന്ന് BJPയും കോൺഗ്രസും ഒരേ സ്വരത്തിലൊക്കെ പറയുന്നു. അയ്യപ്പ സംഗമം നടക്കുമോ എന്ന ആശങ്കയുണ്ടാവുന്നു. പക്ഷേ ഇത് ആ കോടതി പറഞ്ഞിരിക്കുകയാണ്, അയ്യപ്പ സംഗമം നടത്താം, അതിന് തടസ്സമില്ല, പക്ഷേ കോടതി പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന്. അനുജ. വിഷ്ണു, ഇതിലിപ്പോൾ ഈ ഹർജി നൽകിയ ആളുകൾ ചൂണ്ടിക്കാട്ടിയത് പ്രധാനമായും രാഷ്ട്രീയ സംഗമമാണ്, ഒപ്പം സനാതനധർമ്മത്തെ എതിർക്കുന്ന ഒരു പാർട്ടി നയിക്കുന്ന സർക്കാരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നടത്താൻ അനുവദിക്കരുത് എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. കൂടാതെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ നമുക്കറിയാം. ഹിന്ദു സംഘടനകൾ ബദൽ സംഗമം നടത്താൻ ഒരുങ്ങുന്നു. ആ ഘട്ടത്തിലാണ് കോടതിയിൽ നിന്ന് ഈ സംഗമവുമായി മുന്നോട്ട് പോയിക്കൊള്ളൂ എന്നൊരു ഉത്തരവ് സർക്കാരിനെ സംബന്ധിച്ചത് വലിയൊരു വിജയം എന്ന തരത്തിൽ തന്നെ കാണാമല്ലോ, അല്ലേ? അനുജ, സംസ്ഥാന സർക്കാരിന് വലിയ ആശ്വാസവും വിജയവും എന്ന് നമുക്ക് വിലയിരുത്താം. കാരണം ഈ ഹർജിക്കാർ ഉന്നയിച്ച 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അതൊന്ന്, ഈ ഹർജി ആഗോള അയ്യപ്പ സംഗമം അത് ചട്ടവിരുദ്ധമായി നടത്തുന്നു, ഭരണഘടനാ ചട്ടവിരുദ്ധമാണ്, അതായത് ഭരണഘടനാ ലംഘനമാണ്. മതേതരമായി തിരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ എങ്ങനെയാണ് ഒരു ഹൈന്ദവ മതത്തിൻ്റെ കാര്യങ്ങൾ, ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാകുക എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഒപ്പം പമ്പയിലെ ഈ പന്തലുമായി ബന്ധപ്പെട്ടുള്ള ചട്ടവിഷയങ്ങൾ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിയിരുന്നു. സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അയ്യപ്പന്റെ പേരിൽ ഇങ്ങനെ പണം പിരിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാകുക? ദേവസ്വം ബോർഡിന്റെ ഭരണഘടന പ്രകാരം അത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചു. ഒപ്പം CPM-ന്റെ രാഷ്ട്രീയം കൂടി ഈ ഹർജിക്കാർ ഉയർത്തിക്കാണിച്ചിരുന്നു. ഇത് ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഈ നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുൻനിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്തരക്കാരാണോ അയ്യപ്പ സംഗമം നടത്തുന്നതെന്നൊരു ചോദ്യം ഹർജിക്കാർ ഉന്നയിച്ചു. എന്നാൽ അതിനെല്ലാം കൃത്യമായി തന്നെ കൗണ്ടർ ചെയ്യാൻ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും ആയിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രിയോ സംസ്ഥാന സർക്കാരോ നടത്തുന്ന ഒരു പരിപാടിയല്ല. ഇത് ദേവസ്വം ബോർഡ് നടത്തുന്നൊരു ആഗോള അയ്യപ്പ സംഗമമാണ്. സംസ്ഥാന സർക്കാർ അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമാണ് ഉള്ളത്. ഒപ്പം ഇതിന് ദേവസ്വം ബോർഡിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു രൂപ പോലും ചെലവാകുന്നില്ല. മറിച്ച് ഇത് സ്പോൺസർഷിപ്പിലൂടെയാണ് ഈ പണം കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാകുന്നത്. അങ്ങനെ സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്ന പണം അത് ശബരിമലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ മറ്റു രീതിയിലേക്ക് ദേവസ്വം ബോർഡിൻ്റെ മറ്റ് ക്ഷേത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ശമ്പളം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഇത് പൂർണ്ണമായും വിനിയോഗിക്കുക ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ്. 1400 കോടി രൂപയാണ് അതിനുവേണ്ടി ഇതിനോടകം തന്നെ ബഡ്ജറ്റായി വിലയിരുത്തിയിരിക്കുന്നത്. ആ തുക ഈ ആഗോള അയ്യപ്പ സംഗമം വഴി കണ്ടെത്താനാകും. ഒപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളിൽ നിന്ന് ആരിൽ നിന്നും നിർബന്ധമായി സ്പോൺസർഷിപ്പ് പിരിക്കുന്നില്ല. സ്വമേധയാ നൽകുന്ന ആളുകളിൽ നിന്ന് മാത്രമേ പണം നൽകൂ തുടങ്ങിയ കൃത്യമായ വാദങ്ങൾ കോടതിയെ ധരിപ്പിക്കാൻ നിലവിൽ ദേവസ്വം ബോർഡിനും അതോടൊപ്പം തന്നെ സർക്കാരിനുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇതിനൊരു തടസ്സം പറയാതെ മറ്റു വാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്താം എന്ന ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് വലിയ നേട്ടം തന്നെയാണ്. അത് തന്നെയാണ് കൃത്യമായി ഈ ചില നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാകും ആഗോള അയ്യപ്പ സംഗമം നടത്തുക എന്ന് പറയുമ്പോഴും ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഉത്തരവ് അത് സർക്കാരിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശ്വാസകരമാണ്, നേട്ടവുമാണ്.